പ്രതിഷേധം ഫലം കണ്ടു. 2 ദിവസത്തിനുള്ളിൽ ഗിഫ്റ്റ് മസ് അങ്ങനെ ക്രിസ്തുമസായി. 2 ദിവസം മുമ്പ് ക്രിസ്തുവിൻ്റെ നാമം പറയാൻ മടിക്കുന്ന ഒരു പ്രമുഖ കച്ചവടക്കാരൻ തൻ്റെ ബിസിനസ്സിനെ കുറിച്ച് മാധ്യമങ്ങളിൽ കൊടുത്ത പരസ്യം ഇപ്രകാരം. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലെങ്ങും. ക്രിസ്തുമസ് ആകുമ്പോൾ കച്ചവടം പൊടിപൊടിക്കുകയല്ലേ, ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവർക്കും ക്രിസ്തുനാമത്തെ അവഹേളിക്കുന്നവർക്കുമൊക്കെ, ബൈബിൾ കത്തിച്ചവർക്കും ക്രിസ്തു പിഴച്ചുപറ്റവനാണെന്ന് പറയുന്നവർക്കൊക്കെ ചാകരയാണ് ഈ ക്രിസ്മസ് കാലം. എന്നാലോ ചില പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ ക്രിസ്തുമസ് എന്ന പേര് ഇവർ ഉപയോഗിക്കില്ല. ഇവരുടെ നാവ് വഴങ്ങില്ല എന്നർത്ഥം. എന്നാലോ ആ പേരിൽ ഇവർക്ക് ധനസമ്പാദിക്കണം. ഇരട്ടത്താപ്പല്ലേ ഇത്? കച്ചവടക്കാരാ, നിങ്ങളുടേത് പരസ്യമല്ല, ക്രൈസ്തവ അവഹേളനമാണ്. ഇതാ അപ്രകാരം ഒരു കച്ചവടമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഇതിനെതിരെ വൻ പ്രതിഷേധവുമായി ക്രിസ്ത്യൻ മീഡിയ ചാനലുകളായ ജൈനിസ് മീഡിയ, ഷെക്കേന തുടങ്ങിയവർ മുൻപോട്ട് വന്നിരുന്നു. ഈ കച്ചവടക്കാരുടെ സാധനങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഇതിനെ ബഹിഷ്കരിക്കുന്നു എന്ന രീതിയിൽ നിരവധി പേരും. ഏതായാലും ആ പ്രതിഷേധം ഫലം കണ്ടതായാണ് ഇന്ന് വരുന്ന വാർത്ത. അതേ കച്ചവടക്കാരൻ ഇന്നത്തെ പ്രമുഖ ദിനപത്രത്തിൽ കൊടുത്ത പരസ്യം ഇങ്ങനെ. അല്ല, ഇവർക്കുണ്ടായ പെട്ടെന്നുള്ള മനംമാറ്റം ഒരു സമുദായത്തെ മുറിപ്പെടുത്തിയതുകൊണ്ടാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം ഇതും ഒരു ബിസിനസ്സാണ്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളാണ് ഇവരുടെ മെയിൻ ബിസിനസ്. അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഇവർക്ക് മുന്നേറാനാവുമോ? കഷ്ടം തന്നെ, കഷ്ടം.